അപ്പൊ CPM BJP നെക്സസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം എന്തുകൊണ്ടാണ് കാരണസഹിത ഞാൻ പറഞ്ഞത് 1, 2, 3 ഓരോ കാരണസഹിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് സാധാരണക്കാരനെ മറന്നുകൊണ്ട് പോകുന്നൊരു ഗവൺമെന്റ് ആണെന്നായിരുന്നു. ഇതുപോലെ തന്നെ ശബരിമല വിഷയവും ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതോടൊപ്പം UDFിൻ്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഇപ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെൻറ്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രധാന തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എൻ്റെ വിശ്വാസം. നേതാക്കന്മാരാരും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് താഴോട്ട് പോകേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികളെല്ലാം താഴെ നിന്ന് തീരുമാനിക്കപ്പെടണം, വാർഡ് തലത്തിൽ നിന്ന് തീരുമാനിക്കപ്പെടണം. അതുകൊണ്ട് എന്തായി, സാധാരണഗതിയിലുണ്ടാകുന്ന റിബൽ ശല്യങ്ങളില്ലായിരുന്നു കോൺഗ്രസ്സിന്. താഴെ നിന്ന് തന്നെ വാർഡ് തലത്തിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥികളാണ് മിക്കവിടത്തുണ്ടായത്, ബ്ലോക്കിലും ജില്ലയിലും. സാധാരണ ഏത് വിജയത്തിലും ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സത്യമായിട്ടും CPMൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ്. കൊല്ലത്ത് 35 വർഷത്തിന് ശേഷം കൊല്ലത്ത്, അതായത് താങ്കളുടെ തൊട്ടടുത്ത ജില്ലയിൽ കൊല്ലത്ത് വളരെ വലിയൊരു വിജയമാണ് UDF. ഇതെങ്ങനെ കാണുന്നത്? കൊല്ലം ജില്ലയിൽ തന്നെ നല്ല വിജയമാണ്. കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ന് വരെ നമ്മൾ ജയിച്ചിട്ടില്ല. ആ വിജയം വലിയ സൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കൊല്ലത്തെ ജനങ്ങളുടെ ശരിയായിട്ടുള്ള വികാരം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. അത് അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP ശക്തിപ്പെടുന്നിടത്ത് ഞങ്ങളെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലും ഞങ്ങളുടെ നില ഞങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ പാർട്ടി നന്നായിട്ട് പോരാടി ചിലയിടത്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. അവസാനം CPMൻ്റെ നിലപാട് എന്തായിരുന്നു? അവിടെ കോൺഗ്രസിനെ പരമാവധി തോൽപ്പിക്കലായിരുന്നു അവിടെ നിലപാട്. ഞങ്ങൾ BJPയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി ശ്രമിച്ചപ്പോൾ CPM തിരിച്ചായിരുന്നു ശ്രമിച്ചത് അവിടെ തിരുവനന്തപുരത്ത്. അപ്പോൾ അത് CPMൻ്റെ പരിശോധിച്ചാൽ അറിയാം. CPMൻ്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് ഒരു BJPക്ക് ഒരു മേയറെ കൊടുത്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് CPMന് എടുക്കാം. കൃത്യമായിട്ടും BJPക്ക് ഒരു മേയറെ തിരുവനന്തപുരത്ത് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് CPMന് അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മൂക്കിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ ചെയ്തെന്താണ്? പരിശോധിക്ക് വിധേയമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അസംബ്ലി തൂത്തുവാരും കേരളത്തിൽ. ഇത് ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിൻ്റെ ഇരട്ടി ഇതിലൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം, ഇത് രാഷ്ട്രീയ വോട്ടിംഗാണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പൊളിറ്റിക്കൽ വോട്ടിംഗാണ് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ട് അസംബ്ലി UDF തൂത്തുവാരിയിരിക്കും. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും ചിട്ടയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് അസംബ്ലിയിലും ഉജ്ജ്വല വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് നയിച്ചത്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിന് കിട്ടിയൊരു മറുപടിയാണോ? അല്ല, അതുകൊണ്ടാണല്ലോ അന്നത്തെ ദിവസം പോലും മുഖ്യമന്ത്രി ഉപയോഗിച്ച ലാംഗ്വേജ് നിങ്ങൾ കണ്ടില്ലേ? വികൃതമായ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവനാണ് മോശം എന്ന് പറയുന്ന ഒരു സ്ഥിതി അദ്ദേഹം നടത്തിയത് കണ്ടില്ലേ? അപ്പോൾ അദ്ദേഹം അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും എല്ലായ തിരിച്ചടി തന്നെയാണ് ഇതുള്ളത്, സംശയം വേണ്ട. അദ്ദേഹം ഞങ്ങളെല്ലാം വെല്ലുവിളിച്ചു, എന്നെ വെല്ലുവിളിച്ചു. നിങ്ങളറിയാം, നിങ്ങളെല്ലാം ഡൽഹിയിലെ പത്രക്കാരാണ്. UDF MPമാർ കേരളത്തിലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞെന്താണ്? UDF MPമാർ കേരളത്തിൻ്റെ ആവശ്യം ഉന്നയിക്കും. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു, അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു തരണം. അദ്ദേഹത്തിന് ഏത് തീയതിയായാലും ഞങ്ങൾ തയ്യാറാണ്. ആവട്ടെ, സംവാദം, കേരളത്തിന് വേണ്ടിയുള്ള സംവാദമാവട്ടെ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ വിമർശനങ്ങളും ഞങ്ങൾക്ക് ഗുണമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ അതാണ്. ഈ വലിയ വിജയത്തിലും അല്ല, അതിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടിനെയാണ് ജനം അംഗീകരിക്കുന്നത്. അക്കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കുന്നുള്ളൂ ഇത്തരം കാര്യങ്ങളിൽ. CPMനെ പോലെ അല്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ വലിയ വിജയത്തിലും
അല്ല, ആ വാർഡ് ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നതാണ്. മുമ്പ് തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അത് LDF-ഉം UDF-ഉം ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. പക്ഷേ ആലപ്പുഴ മുനിസിപ്പാലിറ്റി വലിയ മുന്നേറ്റമാണ് UDF നടത്തിയത്. മനസ്സിലായല്ലോ? ഓക്കെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഡിസംബർ 14 രാംലീല മൈതാനം കാണുന്നത് ഏറ്റവും മികച്ച വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ വേദിയായിരിക്കും. ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ജനങ്ങളിൽ നിന്നും വോട്ട് ചോരിക്കെതിരായിട്ട്. ആ വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഒപ്പ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ്. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യമായിട്ടുള്ളൊരു പ്രവർത്തനം പെർഫോമൻസ് ചെയ്യാൻ UDF-ന് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുമായുള്ള സംവാദത്തിന് തയ്യാറാണെന്ന് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.